Hello students, welcome back to Ejoplus Academy. ഇന്ന് നമ്മൾ +2 സോഷ്യോളജിയുടെ ചാപ്റ്റർ 29 മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാന സാമൂഹ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതുപോലെ കറപ്ഷൻ, പവേർട്ടി, ഇല്ലിറ്ററസി, ഇതിനൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അതൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ഫോർമുലേറ്റഡ് ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് എന്നാണെന്നാണ് ആദ്യത്തെ ചോദ്യം. എന്നായിരുന്നു? 1960 രാജ്യത്ത് ആദ്യമായിട്ട് വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത്. 1960. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് ലിറ്ററസി. നമുക്കറിയാം അല്ലേ, നമ്മുടെ കേരളം തന്നെയാണ് ഹയസ്റ്റ് ലിറ്ററസി, സാക്ഷരതാ നിരക്ക് കൂടുതലുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ലിറ്ററസി അഥവാ സാക്ഷരത എന്നാൽ എന്ത് എന്നാണ്. അപ്പം സാക്ഷരത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വ്യക്തിക്ക് അയാളുടെ നിത്യജീവിതത്തെ പറ്റി ലഘുവും ലളിതവുമായ ഒരു പ്രസ്താവന അർത്ഥം മനസ്സിലാക്കി എഴുതുവാനും വായിക്കുവാനും കഴിയുകയാണെങ്കിൽ ആ വ്യക്തിയെയാണ് സാക്ഷരൻ എന്ന് പറയുന്നത്. സാക്ഷരതാ നിരക്ക് കൂടിയ സംസ്ഥാനം കേരളമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സാക്ഷരത അല്ലെങ്കിൽ സാക്ഷരൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് നമ്മൾ പറയുക? ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിൽ അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ചെറിയൊരു കാര്യം, ലളിതമായിട്ടുള്ള ഒരു പ്രസ്താവന അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് എഴുതുവാനും വായിക്കുവാനും കഴിയുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ സാക്ഷരൻ എന്ന് പറയും. അപ്പം അയാൾക്ക് ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അത് ആ ഒരു പ്രസ്താവന അർത്ഥം മനസ്സിലാക്കി എഴുതുവാനും വായിക്കാനും കഴിയുന്ന അയാളുടെ ആ ഒരു കഴിവിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അതിന് പ്രാപ്തനാണെങ്കിൽ അയാളെ നമ്മൾ സാക്ഷരൻ എന്ന് പറയും. സാക്ഷരതാ നിരക്ക് കൂടിയിട്ടുള്ളൊരു സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഓക്കെ, അപ്പോൾ ഒരാളുടെ എഴുതുവാനും വായിക്കാനുള്ളൊരു കഴിവിനെയാണ് നമ്മൾ സാക്ഷരത നേടുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇല്ലിറ്ററസി, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിരക്ഷരത എന്താണെന്നാണ്. എഴുതുവാനും വായിക്കുവാനും അറിയാത്തൊരവസ്ഥയാണ് നിരക്ഷരത. ഓക്കെ, അപ്പോൾ എന്താണ്? എഴുതുവാനും വായിക്കുവാനും അറിയാത്ത അവസ്ഥയാണ് നിരക്ഷരത. സാക്ഷരത എന്താണ്? ഒരാൾക്കൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതുവാനും വായിക്കാനും പറയുന്നൊരു സിറ്റുവേഷനാണ് സാക്ഷരത. നേരെ ഓപ്പോസിറ്റ് എഴുതുവാനും വായിക്കാനും അറിയാത്തൊരവസ്ഥ നിരക്ഷരത. ഓക്കെ, അത് മാറിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ. സാക്ഷരതയും നിരക്ഷരതയും, ലിറ്ററസിയും ഇല്ലിറ്ററസിയും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കോഴ്സസ് ഓഫ് ഇല്ലിറ്ററസി. നിരക്ഷരതയുടെ കാരണങ്ങൾ വിവരിക്കുക. ഫസ്റ്റ് പോയിന്റ്, ജനസംഖ്യാ നിരക്കിലുള്ള വളർച്ചയെ അപേക്ഷിച്ച് സാക്ഷരത നേടുന്ന ജനങ്ങളുടെ നിരക്കിലുള്ള താഴ്ച. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷനൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ ആ ഒരു പോപ്പുലേഷനിൽ അത്രയും ജനങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ജനന നിരക്കിനനുസരിച്ചിട്ട് അത്രയും ആളുകൾ അവിടെ സാക്ഷരരായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അല്ലേ. അപ്പം ആ ഒരു ജനസംഖ്യയൊക്കെ കൂടുതലാണ്, പക്ഷേ അവർ സാക്ഷരത നേടുന്നത് കുറവുമാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള നോർത്തിലൊക്കെ ആണെങ്കിൽ അവിടെ ഒന്നും എല്ലാവരും വിദ്യാഭ്യാസം നേടുകയോ കാര്യങ്ങളോ ഒന്നുമില്ല, സാക്ഷരരൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ജനങ്ങളുടെ നിരക്കിലുള്ള ആ ഒരു സാക്ഷരത നേടുന്ന ജനങ്ങളുടെ നിരക്കിൽ നല്ല താഴ്ചയാണുള്ളത്. ജനസംഖ്യാ നിരക്കിൽ ഉള്ള വളർച്ച ഈ ഒരു സാക്ഷരതയിൽ കാണുന്നില്ല. നെക്സ്റ്റ് വിദ്യാർത്ഥികളെ ചേർക്കുന്നതിലും അവരെ പഠനം ഉപേക്ഷിച്ച് പോകാതെ നിലനിർത്തുന്നതിലും പ്രാഥമിക വിദ്യാലയങ്ങൾക്കുള്ള വീഴ്ച. അപ്പം നമുക്കറിയാം, പ്രാഥമിക വിദ്യാലയങ്ങളിൽ സ്കൂളുകളിലൊക്കെ കുട്ടികളെ ചേർക്കുമ്പം അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തും അതുപോലെ ആ ഒരു കുട്ടി അവിടെ തന്നെ തുടർന്ന് ഒരു ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആ ഒരു സ്കൂളിന് ഒരു ആവശ്യകതയുണ്ട്. ആ ഒരു കുട്ടിയെ പോലെ തന്നെ ആ സ്കൂളിന് ഒരു ആവശ്യം ഉണ്ട്. ആ ഒരു ആവശ്യം നിലനിർത്തേണ്ടത് ആ ഒരു സ്കൂളുകളുടെ അധികാരികളുടെ ചുമതലകളാണ്. അപ്പോൾ ആ ഒരു പ്രാഥമിക വിദ്യാലയത്തിൽ നിന്ന് ആ ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു സ്റ്റുഡൻസിന് കിട്ടണം. എന്നാൽ അവർ അവിടെ നിന്ന് തുടർന്ന് പഠിക്കും, അല്ലെങ്കിൽ അവർ പഠനം ഉപേക്ഷിച്ച് പോകും. അങ്ങനെ പഠനം ഉപേക്ഷിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ ഒരു പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ അവിടെ ആ കുട്ടി കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. ഓക്കെ,
അപ്പോൾ അതൊരു കാരണം തന്നെയാണ് അവിടെ നിലനിന്ന് പോകുന്നതിലുള്ള അവരുടെ വീഴ്ച. നെക്സ്റ്റ്, നവസാക്ഷരർക്കുള്ള തുടർ വിദ്യാഭ്യാസ പരിപാടികളുടെ പരാജയം. അപ്പോൾ പുതുതായിട്ട് സാക്ഷരത നേടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്താണ് അവിടെ തുടർന്ന് പഠിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പുതിയ തുടർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള ഒരു പരാജയം, അത് ഇല്ലിറ്ററസിക്ക് കാരണമാകാറുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യയിൽ നടപ്പാക്കിയ സാക്ഷരതാ പരിപാടികളുടെ പരാജയം. ഈ ഒരു സാക്ഷരതാ മിഷനൊക്കെ ഇല്ലേ നമുക്ക് സാക്ഷരത കൈവരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാക്ഷരത കൈവരിക്കാൻ വേണ്ടിയിട്ട് സാക്ഷരതാ മിഷൻ വഴി എക്സാം എഴുതാനും ഒക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു കാര്യങ്ങളിലൊക്കെയുള്ള പരാജയം ഈ ഒരു ഇല്ലിറ്ററസിക്ക് കാരണമാകാം. പിന്നെ ഉയർന്ന ദാരിദ്ര്യനില. അപ്പം ഉയർന്ന ദാരിദ്ര്യനില എന്ന് പറയുമ്പോൾ ഇപ്പം കുട്ടികളുടെ വീട്ടിലൊക്കെ എന്താണ് ദാരിദ്ര്യം ആണെങ്കിൽ എന്താണ് ആ കുട്ടികളെ വീട്ടിൽ പഠിക്കാൻ അനുവദിക്കില്ല, അവരെന്താണ് നേരെ ജോലിക്കാണ് പറഞ്ഞയക്കുക. അപ്പോൾ എന്താണ് ആ ഒരു ഉയർന്ന ദാരിദ്ര്യനില, ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അവർ മറ്റു ജോലിക്ക് ഏർപ്പെടേണ്ടി വരുന്നു. അതുപോലെ അവരെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ് ചെയ്യുക അപ്പോൾ അവരുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ ആ ഒരു പ്രോബ്ലമാണ് ആ ഒരു ഉയർന്ന ദാരിദ്ര്യനില ഈ ഒരു ഇല്ലിറ്ററസിക്ക് നിരക്ഷരർ ആവാനുള്ളൊരു സാധ്യത കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു സോഷ്യൽ പ്രോബ്ലമാണ് ദാരിദ്ര്യം അഥവാ പവേർട്ടി. നോക്കാം. വരുമാനത്തിലെ കുറവ് കൊണ്ടോ വിവേകശൂന്യമായ ചിലവാക്കൽ കൊണ്ടോ ഒരാൾക്ക് തൻ്റെ കായികവും മാനസികവുമായ ശേഷി നിലനിർത്താനും തനിക്കും തൻ്റെ സ്വാഭാവിക ആശ്രിതർക്കും സമൂഹത്തിൻ്റെ നിലവാരമനുസരിച്ച് പ്രയോജനകരമായി പ്രവർത്തിക്കാൻ ആവശ്യമായ ഉയർന്നൊരു ജീവിത തോത് പുലർത്താൻ സാധിക്കാത്തതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. എന്താണ്? വരുമാനത്തിലെ കുറവ് കൊണ്ടോ, രണ്ട് സിറ്റുവേഷനാണ്. വരുമാനത്തിലെ കുറവ്, അയാൾ സമ്പാദിക്കുന്ന ആ ഒരു സമ്പാദ്യക്കുറവ്, അയാൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ആ ഒരു കുറവ് മൂലമോ, അല്ലെങ്കിൽ വിവേകശൂന്യമായ ചിലവാക്കൽ, നമ്മൾ ഒരു കൈയും കണക്കും ഇല്ലാതെ നമ്മുടെ കയ്യിൽ വരുന്ന സമ്പാദ്യത്തെ ചിലവാക്കൽ കൊണ്ട് ഒരാൾക്ക് ദാരിദ്ര്യം വരാം. അപ്പോൾ ആ ഒരു കാര്യം എന്താണ്, തൻ്റെ കായികവും മാനസികവുമായിട്ടുള്ളൊരു ശേഷി നിലനിർത്താൻ, അതുപോലെ തനിക്ക് തൻ്റെ സ്വാഭാവിക ആശ്രിതർക്ക്, അപ്പം ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുകയാണെങ്കിൽ അയാൾക്കും അയാളുടെ ഫാമിലീനെ നോക്കാൻ വേണ്ടി, അയാളുടെ ഭാര്യ മക്കൾ, ആ ഒരു ഫാമിലിക്ക്, അയാൾ ആശ്രയിച്ച് നിൽക്കുന്ന ആ ഒരു ഫാമിലിക്ക് ആ ഒരു സമൂഹത്തിൻ്റെ നിലവാരം അനുസരിച്ചിട്ട്, ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് അത് പ്രയോജനകരമായിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടോ അല്ലെങ്കിൽ ഉയർന്നൊരു ജീവിത തോത് പുലർത്താൻ സാധിക്കാത്ത ആ ഒരു സിറ്റുവേഷനെയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യത്തെ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് ദാരിദ്ര്യരേഖ. ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും രണ്ടായി വിഭജിക്കുന്ന ഒരു ഛേദതലമാണത്. ഓക്കെ, അപ്പോൾ പവേർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ദാരിദ്ര്യത്തിനെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അളക്കുന്ന നിർണ്ണയിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമാണ് ഈ ഒരു ദാരിദ്ര്യരേഖ. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ റേഷൻ കാർഡിലൊക്കെ നമ്മൾ എന്താണ് APL ഉണ്ട്, BPL ഉണ്ട്, എബവ് പവേർട്ടി ലൈനും ഉണ്ട്, ബിലോ പവേർട്ടി ലൈനും ഉണ്ട്. അപ്പോൾ അത് നിർണ്ണയിക്കുന്ന ആ ഒരു രേഖയാണ് നമ്മൾ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും രണ്ടായി വിഭജിക്കുന്ന ഒരു ഛേദതലമാണ് പവേർട്ടി ലൈന്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ഒരു വ്യക്തിക്ക് അയാളുടെ ഫാമിലിക്ക്, അയാൾ ആശ്രയിച്ച് നിൽക്കുന്ന അയാളുടെ ഫാമിലിക്കും ബേസിക്കായിട്ട് ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് അവർക്ക് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യം കിട്ടാതെ ആവുന്ന ഒരവസ്ഥയാണ് ഈ ഒരു ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെന്ന് പറയുന്നത്. അവർക്ക് വേണ്ട ആ ഒരു എന്താണ് സമൂഹത്തിൻ്റെ നിലവാരം അനുസരിച്ചിട്ട് അത് പ്രയോജനകരമായിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ ഉയർന്നൊരു ജീവിത തോത് പുലർത്താൻ സാധിക്കാത്തതിനെയാണ് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കാരണങ്ങളാണ്. ഇതിൻ്റെ എക്സ്പ്ലെയിൻ ദ കോഴ്സസ് ഓഫ് പവേർട്ടി, ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മനുഷ്യ മൂലധനത്തിൻ്റെ അപര്യാപ്തത എന്ന് വെച്ചാൽ വേണ്ടത്ര വൈദഗ്ധ്യമോ കഴിവോ ഇല്ലാത്തതിനാൽ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള തൊഴിലുകളൊന്നും ലഭിക്കുന്നില്ല. ജന്മസിദ്ധികൾക്കോ സ്വാഭാവികമായ കഴിവുകൾക്കോ ഉപരിയായിട്ട് പരിശീലനമാണ് വിദഗ്ധനായ ഒരു തൊഴിലാളിയെ സൃഷ്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ മനുഷ്യ മൂലധനത്തിൻ്റെ അപര്യാപ്തതയാണ് ഫസ്റ്റ് പവേർട്ടിയുടെ കാരണം അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ വേണ്ടത്ര സ്കിൽഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര കഴിവോ ഇല്ലാത്തതുകൊണ്ട്
ഇന്ത്യയിൽ ഒരു സാധാരണ ഒരു തൊഴിലെടുക്കുന്ന ആളുകൾക്ക് എന്താണ് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അതെന്താണ്, അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെ എന്താണ് അവരുടെ സ്വാഭാവികമായ കഴിവുകൾ വെച്ചിട്ട് ആ ഒരു രീതിയിൽ മാത്രമാണ് അവർ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനോ ജീവിതം കുറച്ചുകൂടെ നല്ല രീതിയിൽ ഈസി ആക്കാനോ പറ്റുന്നില്ല. അപ്പോൾ കിട്ടുന്ന വരുമാനത്തിൽ അവർ ജോലി ചെയ്യുകയാണ്. അതുകൊണ്ട് അവരുടെ ആ ഒരു സാമ്പത്തിക തോത് ഉയരുന്നില്ല. അപ്പോൾ അത് എന്താണ്, ഒരു ദാരിദ്ര്യത്തിന് കാരണമാണ്. മനുഷ്യ മൂലധനത്തിൻ്റെ അപര്യാപ്തത, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ളൊരു ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മെച്ചപ്പെടും. അവരുടെ ആ ഒരു ദാരിദ്ര്യം എന്നുള്ള ആ ഒരു കാര്യം തന്നെ മറികടക്കുമായിരുന്നു. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അല്പം മാത്രമായ വികസനം. അല്പം മാത്രമായ വികസനം മൂലം മൊത്തം ദേശീയ വരുമാനം താഴുകയും ഇത് ഉപഭോഗത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടാത്ത നമുക്ക് ഡെവലപ്മെൻ്റ് ഒക്കെ ചെറിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റേ വരുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു വികസനം മൂലം എന്താണ് നമ്മുടെ മൊത്തം ദേശീയ വരുമാനം എന്താണ് താഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മൊത്തം ആളുകളെ അത് ബാധിക്കും. അപ്പോൾ അതെന്താണ് നമ്മുടെ ഈ ഒരു ഉപഭോഗത്തിനെ പരിമിതപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിലുള്ള അല്പം മാത്രമായിട്ടുള്ള വികസനം മൂലം മൊത്തം ദേശീയ വരുമാനം താഴുകയും അത് ഉപഭോഗത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യും. അത് മറ്റുള്ള എല്ലാ ആളുകളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് നമ്മുടെ ദാരിദ്ര്യത്തിന് വഴിവെക്കും. നെക്സ്റ്റ്, അസമത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേശീയ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ജനസംഖ്യയിൽ 5% മുതൽ 10% വരെ മുന്തിയ വിഭാഗം കൈക്കലാക്കിയപ്പോൾ തുച്ഛമായ വരുമാനം മാത്രമാണ് ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് ലഭിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഡിസ്ക്രിമിനേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഈക്വാലിറ്റീസ് ഒക്കെ കാരണം നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം ആരാണ്, ജനസംഖ്യയിൽ 5% മുതൽ 10% വരെ ഉയർന്ന വിഭാഗക്കാരാണ് അത് കൈക്കലാക്കുന്നത്. പക്ഷെ തുച്ഛമായിട്ടുള്ളത് മാത്രമാണ് ആ ഒരു വിഭാഗം സാധാരണക്കാരായിട്ടുള്ള വിഭാഗത്തിന് കിട്ടുന്നത്. അങ്ങനെ വരുന്ന അസമത്വങ്ങൾ ദാരിദ്ര്യത്തിന് കാരണമാകാറുണ്ട്. നെക്സ്റ്റ്, മൂലധനത്തിൻ്റെ അപര്യാപ്തത. മൂലധനത്തിൻ്റെ അഭാവം വ്യാവസായിക വളർച്ച തടയുകയും കയറ്റുമതിയുടെ വളർച്ച മന്ദഗതിയിലാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു മൂലധനത്തിൻ്റെ അപര്യാപ്തത ദാരിദ്ര്യത്തിന് കാരണമാകാറുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് കൂടിയ നിരക്കിലുള്ള തൊഴിലില്ലായ്മയും വേണ്ടത്ര തൊഴിലില്ലായ്മയും. അപ്പോൾ തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എന്താ വെച്ചാൽ ദാരിദ്ര്യം നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത്ര ജോലി ലഭിക്കുന്നില്ല, തൊഴിൽ ലഭിക്കുന്നില്ല. അപ്പോൾ തൊഴിലില്ലായ്മയും വേണ്ടത്ര കൂലിയില്ലായ്മയും വരുമാനം കുറയ്ക്കുന്നതിൽ മൂലം അയാൾക്ക് അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വരുന്നു. അപ്പോൾ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ആ ഒരു ചെയ്യുന്ന തൊഴിലിന് വേണ്ടത്ര ഒരു രീതിയിലുള്ളൊരു കൂലി ലഭിക്കുന്നില്ലാതെയും വരുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് അവർക്ക് അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സും കാര്യങ്ങളും ഒന്നും എന്താണ് നിറവേറ്റാൻ പറ്റാതെ വരുന്നു. ഓക്കെ, അതും ഒരു ദാരിദ്ര്യത്തിൻ്റെ മെയിൻ ഫാക്ടറാണ്. നെക്സ്റ്റ്, നാണയപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? തുടർച്ചയായി സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു കാരണമാണ്. അപ്പോൾ നമുക്ക് വാങ്ങിക്കേണ്ട അവശ്യ സാധനങ്ങളുടെ വിലയൊക്കെ എന്താണ് ദിവസം തോറും കൂടി വരുമ്പോൾ എന്താണ് നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരും. അതും നമ്മളെ ദാരിദ്ര്യത്തിലോട്ടാണ് മാറ്റുന്നത്. നെക്സ്റ്റ്, ജനസംഖ്യാ വളർച്ചാ നിരക്കിലെ വർധനവ്. ജനസംഖ്യാ വർധനവ് ദാരിദ്ര്യത്തിന് ഒരു പ്രധാന കാരണമാണ്. ഓക്കെ, ജനസംഖ്യാ നിരക്ക് എന്താണ്? ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ്. നെക്സ്റ്റ്, താഴ്ന്ന സാങ്കേതിക വിദ്യ. മറ്റു വികസിത സമ്പദ് വ്യവസ്ഥയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കാർഷിക ഉൽപ്പാദനത്തിൻ്റെയും സാങ്കേതിക വിദ്യ മാത്രമല്ല താഴ്ന്ന നിലവാരം പുലർത്തുന്നത്, മറിച്ച് വിപണന തന്ത്രങ്ങളും ഉൽപ്പാദന യൂണിറ്റുകളും ഏകീകരിക്കുന്നതിനുള്ള കഴിവും ധനകാര്യ വിപണികളും താഴ്ന്ന നിലയിൽ തന്നെയാണ്. താഴ്ന്ന സാങ്കേതിക വിദ്യ മൂലം ആളോഹരി ഉൽപ്പാദനക്ഷമയും താഴ്ന്ന നിലയിൽ തന്നെ അവശേഷിക്കുന്നു. അപ്പോൾ ആ ഒരു നമ്മുടെ ആ ഒരു ടെക്നോളജിയൊക്കെ എന്താണ്, ടെക്നോളജി ഒന്ന് കൂടുതൽ ഡെവലപ്ഡ് ആവാതെ ഇപ്പോഴും നമ്മൾ പഴയ രീതിയിലുള്ള സാങ്കേതിക വിദ്യയെ തന്നെ ഫോളോ ചെയ്യുമ്പോൾ എന്താണ് മറ്റുള്ള ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളും നമ്മുടെ കാർഷികോൽപാദനത്തിൻ്റെയും സാങ്കേതിക വിദ്യ യൂസ് ചെയ്യുന്ന എല്ലാ മേഖലകളിലും ആ ഒരു താഴ്ന്ന നിലവാരമായിരിക്കും പുലർത്തുക. പക്ഷേ മറ്റുള്ള ഓരോ വിപണന തന്ത്രങ്ങളും ആ ഒരു മാർക്കറ്റിംഗ് ടെക്നോളജീസും നമ്മുടെ ഉൽപ്പാദന യൂണിറ്റുകളെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കഴിവും അതുപോലെ ധനകാര്യ വിപണികളൊക്കെ താഴ്ന്ന നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനിയൊരു ടെക്നോളജിയുടെയൊക്കെ എന്താണ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള ഉൽപ്പാദനക്ഷമതയെല്ലാം എന്താണ് താഴ്ന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ ദാരിദ്ര്യത്തിലേക്ക് ആക്കുന്നു. നെക്സ്റ്റ്, സാമൂഹിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകുടുംബ രീതി, ജാതി സമ്പ്രദായം, മതവിശ്വാസങ്ങൾ എന്നിവ ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കൂട്ടുകുടുംബമായിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്ത് എന്താണ്, അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുപോലെ നമ്മുടെ ഒരു കാസ്റ്റ് സിസ്റ്റം,
അതൊക്കെ എന്താണ്, അതുപോലെ നമ്മുടെ ആ ഒരു മതത്തിലുള്ള മതവിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മുടെ ദാരിദ്ര്യത്തിന് കാരണമാക്കുന്ന ഫാക്ടേഴ്സാണ്. അതാണ് സാമൂഹികമായിട്ട് വരുന്ന ഘടകങ്ങൾ. നെക്സ്റ്റ്, യുദ്ധങ്ങളും യുദ്ധഭീഷണിയും. വികസനത്തിന് പകരം പ്രതിരോധത്തിനായി വലിയ തുക ചിലവഴിക്കാൻ രാജ്യത്തെ നിർബന്ധിക്കുന്നു. ഇത് ദാരിദ്ര്യത്തിന് കാരണമാകുന്നു. അപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റിന് പകരം നമ്മളെടുത്ത് റെസിസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു യുദ്ധവും യുദ്ധഭീഷണിയൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധത്തിനായിട്ടൊക്കെ എന്താണ് നമ്മൾ വലിയൊരു തുകയാണ് ചിലവഴിക്കുന്നത്. അങ്ങനെ രാജ്യത്തിൽ നിർബന്ധിതരാവുകയാണ്. അതൊക്കെ എന്താണ് നമ്മൾ ദാരിദ്ര്യത്തിന് കാരണമാകും. അപ്പോൾ ഈ ഒരു യുദ്ധങ്ങളും യുദ്ധഭീഷണിയൊക്കെ എന്താണ് രാജ്യം മൊത്തത്തിൽ എന്താണ് അതിനെ പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുമ്പോൾ എന്താണ് അവിടെ കുറേ ഫണ്ടും കാര്യങ്ങൾ വേണ്ടി വരും. അപ്പോൾ എന്താണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ആ ഒരു കാര്യങ്ങളും ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ദാരിദ്ര്യത്തിന് കാരണമാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാനുള്ളത് ദ കോഴ്സസ് ഓഫ് കറപ്ഷൻ, അഴിമതിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കാം. 1951 മുതൽ ഇന്ത്യയിലെ ജനസംഖ്യ ഭീമമായ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കുന്നതിനെയാണ് ജനസംഖ്യാ വിസ്ഫോടനം എന്ന് വിളിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യ 134.33 കോടിയാണ്. ഇന്ത്യയിലെ ജനസംഖ്യാ വർധനവിൻ്റെ 49% ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങളിലാണ്. 2035 ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറും. ഇന്നത്തെ തോതിൽ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന് ജീവിതം ദുസ്സഹമാകും. ഓക്കെ, അപ്പം അഴിമതിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ 1951 മുതലാണ് ഇന്ത്യയിൽ ജനസംഖ്യ ഭീമമായ തോതിൽ വർദ്ധിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പെട്ടെന്ന് ഉള്ള ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ ജനസംഖ്യാ വിസ്ഫോടനം. സെപ്പറേറ്റ് എക്സാമിന് ചോദിക്കട്ടോ എന്താണ് ജനസംഖ്യാ വിസ്ഫോടനം എന്ന്. അപ്പോൾ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ആ ഒരു ചേഞ്ച്, വർധനവിനുള്ള ആ ഒരു മാറ്റം, അല്ലെങ്കിൽ വൻതോതിൽ വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ ജനസംഖ്യാ വിസ്ഫോടനം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 134.33 കോടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ. അപ്പോൾ ഈ ഒരു ജനസംഖ്യാ വർധനവിൻ്റെ 49% എവിടെയാണ്? ബീഹാറിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഉത്തർപ്രദേശിൽ. ഈ ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കാണുന്നത്. അപ്പോൾ 2035 ആകുമ്പോഴത്തേക്കും എന്താണ്, ചൈനയൊക്കെ മറികടന്ന് നമ്മൾ ഇന്ത്യയാവും ജനസംഖ്യാ നിരക്കിലൊക്കെ ഏറ്റവും കൂടുതൽ. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു തോതിലൊക്കെ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ഭൂരിപക്ഷം ആളുകളും എന്താണ് ഈ ഒരു ജനസംഖ്യ കാരണം ജീവിതം ദുസ്സഹമാകും. ഓക്കെ, ഈ ഒരു ജനസംഖ്യ വർധനമാണ് നമ്മുടെ അഴിമതിയുടെ കാരണങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പോൾ നമ്മുടെ ജനസംഖ്യാ വിസ്ഫോടനം കൊണ്ടുണ്ടാകുന്ന സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നാണ് ജസ്റ്റ് നോക്കാനുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു ജനസംഖ്യാ വിസ്ഫോടനം കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ജനസംഖ്യാ വർധനവിനെയാണ് ജനസംഖ്യാ വിസ്ഫോടനം എന്ന് പറയാം. അപ്പോൾ ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ജനസംഖ്യകളുടെ വർധനവിനെ കൊണ്ട് നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക രീതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷ്യപ്രതിസന്ധി ഉണ്ടാവും, ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടും. ഭക്ഷ്യപ്രതിസന്ധി, രൂക്ഷമായ തൊഴിലില്ലായ്മ അനുഭവപ്പെടും. പിന്നെന്താണ്, പാർപ്പിട പ്രശ്നം വരും. ഭൂമിക്ക് മേലുണ്ടാകുന്ന പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും. രോഗങ്ങൾ വരും. അതുപോലെ എന്താണ്, നിരക്ഷരതയുടെ വർധനവ് കൂടും. പിന്നെ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാവും. ജലത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാവും. പിന്നെ വികസനമില്ലായ്മ ഉണ്ടാവും. അക്രമം, കുറ്റകൃത്യം എന്നിവയൊക്കെ വർദ്ധിക്കും. പിന്നെ എന്താണ്, ജീവിത നിലവാരത്തിൻ്റെ തോതിലുള്ള തകർച്ച. ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നം. എന്തുകൊണ്ട്? ജനസംഖ്യ വർധനവിന് കൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് സാക്ഷരത, അല്ലെങ്കിൽ എന്താണ് നിരക്ഷരത, നിരക്ഷരതയുടെ കാരണങ്ങൾ എന്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ദാരിദ്ര്യം എന്താണെന്ന്, അതുപോലെ ആ ഒരു ദാരിദ്ര്യ രേഖ എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ദാരിദ്ര്യം കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ദാരിദ്ര്യം വരാൻ കാരണമെന്ന് പറഞ്ഞു. നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ മെയിൻലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. നമ്മൾ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, കറപ്ഷൻ, പോവർട്ടി, ലിറ്ററസി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.